അറക്കൽ അബുവിനെ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല സംസാരത്തിൽ. ആ റോളിനെ എങ്ങനെ മാനേജ് ചെയ്തു? അതൊരു സീരീസും കൂടിയായി അല്ലേ? അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണോ ആട് തുടങ്ങി? അല്ലല്ല, അത് എൻ്റെ വേറൊരു നല്ല സുഹൃത്ത്, പവർഫുൾ ആയിട്ടുള്ളൊരു സുഹൃത്ത് എന്നെ ഹെൽപ്പ് ചെയ്തതാണ്, വിജയ് ബാബു. വിജയ് ബാബു ഞാൻ ഒരു പ്രാവശ്യം ഞങ്ങൾ അടുത്ത ഫ്ലാറ്റ്സിലാണ് താമസിക്കുന്നത്. അപ്പം ഇങ്ങനെ മോർണിംഗ് വാക്കിൻ്റെ സമയത്ത് അദ്ദേഹം എന്നെ കാണുകയും ഞാൻ അടുത്ത പടം ഏതാണെന്ന് ചോദിക്കാൻ അപ്പോൾ പറഞ്ഞ ഇങ്ങനെ ഓം ശാന്തി ഓശനയുടെ റൈറ്ററാണ്, ആടൊരു ഭീകരജീവിയാണെന്നാണ് പേര്. അപ്പോൾ ഞാൻ വിജയോട് പറഞ്ഞ, വിജയ് എനിക്ക് പറ്റിയ എന്തെങ്കിലും പരിപാടി ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അതിൻ്റെ അകത്ത് അത്യാവശ്യം ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാൻ മിഥുനായിട്ട് സംസാരിച്ചിട്ട് മിഥുൻ്റെ നമ്പർ തരാം. അങ്ങനെ ഞാൻ മിഥുനെ വിളിക്കുവാണ്. മിഥുനെ വിളിച്ചപ്പോഴത്തേക്കും മിഥുൻ പറഞ്ഞു, ചേട്ടാ നിങ്ങളെ ഉൾക്കൊള്ളിക്കണമെന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിന് പറ്റിയൊരു ക്യാരക്ടർ ഉണ്ടാകത്തില്ല, എല്ലാവരും ഗ്രാമീണരാണ്, നിങ്ങളെങ്ങനെ ഗ്രാമീണനാക്കി എടുക്കുമെന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഞാൻ ഗ്രാമീണനായിക്കോളാം. ഗ്രാമീണം എന്ന് പറഞ്ഞാൽ ഇനി പർട്ടിക്കുലർ ലുക്ക് വല്ലതും ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. പറഞ്ഞു, ചേട്ടാ അത് എന്നാലും അത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മറ്റേ ഇൻസൈഡ് ചെയ്ത്. ഞാൻ പറഞ്ഞു, ഞാൻ ട്രിവാൻഡ്രം ലോഡ്ജിലൊന്നും ഇൻസൈഡ് ചെയ്തൊന്നും അല്ലല്ലോ ചെയ്തിരിക്കുന്നത്, അതിനകത്ത് ഞാനൊരു വളരെ ലോക്കലായിട്ടുള്ളൊരു ആളുടെ ക്യാരക്ടറല്ല ചെയ്തിരിക്കുന്നത്. ചേട്ടാ ഞാൻ നോക്കട്ടെ ചേട്ടാ, എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ നിങ്ങളുടെ അടുത്ത പടത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഓക്കെ ലെറ്റ്സ് ലീവ് എന്നാണ്. പക്ഷേ വിജയ് ബാബു കൺവിൻസ്ഡ്, അങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെ മിഥുൻ എന്നെ വിളിച്ചു, ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അറക്കൽ അബു എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, സോ അത് ചേട്ടൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് അങ്ങനെ ആക്കിയെടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് നോക്കാം, ചേട്ടൻ എന്തായാലും താടി മീശയൊക്കെ വളർത്തിക്കോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് അത്യാവശ്യം സമയമുണ്ട് താടി മീശ വളർത്താൻ, ഷൂട്ടൊന്നും അങ്ങനെ കാര്യമായിട്ടങ്ങനെ ഇല്ല. അപ്പോൾ അങ്ങനെ താടി മീശം വളർത്തി ഞാനവിടെ ചെല്ലുന്നു. എന്നെ പിന്നെ റോണക്സും പിന്നെ അതിൻ്റെ കോസ്റ്റ്യൂമറും കൂടെ അറക്കൽ അബുവൊക്കെ എടുത്ത്, പിന്നെ ഇതെങ്ങനെ പോർട്രേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് അറക്കൽ അബുവിനെ പോലത്തെ ഒരു ക്യാരക്ടർ എനിക്കറിയില്ല. ഇപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജ് അല്ലെങ്കിൽ ഇപ്പം 1983 ഞാൻ ചെയ്ത പപ്പേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഈ പപ്പേട്ടനെ പോലത്തെ ആൾക്കാരെ എനിക്കറിയാം, അല്ലെങ്കിൽ ഷിബു വള്ളേനെ പോലത്തെ ആൾക്കാരെ എനിക്കറിയാം. അവരുടെ മാനറിസം ചിലപ്പോൾ എനിക്ക് ഓർമ്മ കാണില്ലായിരിക്കും, പക്ഷേ അങ്ങനത്തെ ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ ഈ സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ ഉള്ളൊരു സാധനം നമ്മൾ മനസ്സിലുണ്ട്. പക്ഷേ അറക്കൽ അബു എങ്ങനെയാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. പിന്നെ അത് എഴുതി വെച്ച പോലെ ഞാനങ്ങ് ആക്ട് ചെയ്തു. അത് ദൈവാധനം കൊണ്ട് അത് വർക്കൗട്ടായി. പക്ഷെ ഒരിക്കലും ഇത് ഞാൻ ആട് ഹിറ്റാവുമെന്ന് കേട്ടോ വിചാരിച്ചത്. 2 പടങ്ങൾ ഹിറ്റാവുമെന്ന് വിചാരിച്ചത് ഓടാത്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു പോയിരുന്നു. അതുകൊണ്ട് അതിനുശേഷം പിന്നെ ഞാൻ ഒരു സിനിമയിലും അമിത പ്രതീക്ഷ ഞാൻ വയ്ക്കാറില്ല. എന്നാലും ഫെയിലിയേഴ്സ് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ 1-2 ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്യും, ഈ പറഞ്ഞ പോലെ അത്ര ആയില്ലെന്ന്. രണ്ടാമത്തെ പടം കേൾട്ടൻ 10 ആ പടം ഉറപ്പായിട്ടും ഓടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ദാറ്റ് ഓൾസോ ഡിഡ്ന്റ് വർക്ക് ഔട്ട്.